ക്രിസ്മസ് എല്ലാം കഴിഞ്ഞു എന്നുണ്ടെങ്കിലും ക്രിസ്മസിൻ്റെ വൈബുകൾ തീരില്ല എന്ന് പറയില്ലേ, അതുപോലെ ഇന്നൊരു ക്രിസ്മസ് വൈബിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നൊന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു. പ്രത്യേകമായിട്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നത്താൾ ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി ഉണ്ടല്ലോ ഒരു വീടാണ്. ആ വീട്ടിൽ അവർ അടിപൊളിയായിട്ട് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇതൊക്കെ പബ്ലിക്കിന് വന്ന് കാണാനും അവിടെ കയറി ഫോട്ടോ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് എല്ലാ വർഷവും അവർ ചെയ്യാറുണ്ട്. പക്ഷേ എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ വന്ന തടസ്സങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും ഇവിടെ എത്താൻ പറ്റാറില്ല. പക്ഷേ ഇത്തവണ എന്തായാലും ഞങ്ങൾക്ക് വരണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. കാരണം മറ്റൊരു വാർത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം മുതൽ ഇവരത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ലൈറ്റ്സ് ആയതുകൊണ്ട് ഇതൊരിക്കലും മിസ്സാക്കരുത് എന്നുള്ളതുണ്ടായിരുന്നു. ഇതവർ പബ്ലിക്കിന് ഓപ്പൺ ചെയ്യുന്നത് ബൈ എൻട്രി ഫീസോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി. നമ്മൾ ഓരോ സ്ഥലത്തും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഓരോ നല്ല രസമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതും എല്ലാ തീം വൈസും എല്ലാം കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല. ഇത് അവരൊരു ചാരിറ്റി പ്രവർത്തനമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് പറ്റുന്നൊരു എമൗണ്ട് അവിടെ ഡൊണേഷൻ ബോക്സ് ഉണ്ട്, അവിടേക്ക് ഇടാം. ആ എമൗണ്ട് ഇവരൊരു നല്ല കോസ്റ്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ കൊടുക്കുന്നത്. ആ റേസ് ചെയ്തിരിക്കുന്ന എമൗണ്ട് അതെല്ലാ വർഷവും അങ്ങനെയാണ്. ഒരു കുഞ്ഞ് ഷെഡൊക്കെ വെച്ച് അവിടെ ഇങ്ങനെ ക്രിസ്മസ് ട്രീയും എല്ലാ കാര്യങ്ങളും വെച്ച് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്തവണ അവർ നമ്മൾ പോയ ദിവസം റേസ് ചെയ്തിരിക്കുന്ന അതുവരെയുള്ള റേസിങ് എമൗണ്ടാണ് കേട്ടോ അവർ എഴുതി വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു കുട്ടി കടയും കാര്യങ്ങളുണ്ടായിരുന്നു. അതും ആക്ച്വലി എനിക്ക് തോന്നുന്നു കേക്കിൻ്റെ ഡൊണേഷനായിട്ട് ആരോ കൊടുത്തതാണ്. അപ്പോൾ കേക്ക് നമുക്ക് വാങ്ങാം. ആ കേക്കിന് പ്രത്യേകമായിട്ടുള്ള പ്രൈസ് ഇല്ല. നമുക്ക് എത്രയാണോ അവരൊരു ബോക്സ് തരിക ചെയ്യുക, നമുക്ക് എത്രയാണോ കൊടുക്കാൻ പറ്റുന്നത് ആ എമൗണ്ട് ഇടുക എന്നുള്ളതാണ്. അതൊരു ചാരിറ്റി പ്രവർത്തനം ആയതുകൊണ്ട് പൈസ ചോദിച്ച് വാങ്ങുന്ന പരിപാടിയല്ല കേട്ടോ. പിന്നെ അല്ലാതെ വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, നമുക്ക് പ്രൈസിന് വാങ്ങാൻ പറ്റുന്ന വേറെ ഐറ്റംസും ഉണ്ട്. അല്ലാതെ ഡൊണേഷൻ കിട്ടിയിരിക്കുന്ന കേക്കും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് സെയിൽ ചെയ്യുക. ആ വീടിനെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കറങ്ങി വന്ന് നോക്കാനായിട്ട് നല്ല ചില ഇതൊക്കെ ഉണ്ടല്ലോ, നല്ല ഭയങ്കര ഒരു നാച്ചുറാലിറ്റി തോന്നുന്ന രീതിയിൽ നല്ലൊരു അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഒരു സ്നോയി വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരു നമ്മുടെ റെയിൻഡിയറൊക്കെ വെച്ചിട്ട് ഒരു നമുക്ക് കയറി ഇരുന്ന് ഫോട്ടോ എടുക്കാനായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി പിള്ളേരൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. പിള്ളേർ കയറി എന്തായാലും ഫോട്ടോ എടുത്തു. ഇതും ക്യൂ നിന്നിട്ടായിരുന്നു ഫോട്ടോ എടുക്കുന്നത്. കാരണം ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു, ഒരുപാട് പേര് വന്നു പോകുന്നതാണ് കേട്ടോ. ഇത് പ്രത്യേകമായിട്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ ഒരു ഇതായതുകൊണ്ടും പ്രത്യേകം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇത് ഭയങ്കര ഫേമസ് ആണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ന്യൂസ് പേപ്പേഴ്സിൽ വരെ വന്നിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ലൈറ്റ്സിനെ പറ്റിയിട്ടും കാര്യങ്ങളും. കാണാൻ തന്നെ ഭംഗിയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കണ്ട് തീരുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു വൈബ് ഉണ്ടല്ലോ ഭയങ്കര രസമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു കേക്കും ജിഞ്ചർ ബ്രെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും വാങ്ങി നമ്മുടെ ഡൊണേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ആ ഒരു എന്താ പറയുക ഭംഗി കൂടുതൽ ആസ്വദിച്ച് ആ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ട് നമ്മൾ പിന്നെ അങ്ങ് തിരിച്ചു പോന്നു കേട്ടോ.